സ്വകാര്യവൽക്കരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമം പാർലമെന്റ് മുമ്പിൽ കിടക്കുകയാണ്. സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. അത് ലംഘിച്ച് സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായ നിലപാടുകൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു തുടങ്ങി. ആർക്കു വേണ്ടിയാണിത്? ഇന്ത്യയിലെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും സാധാരണ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണോ? ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയുള്ളതാണ്, സമ്പന്നന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമങ്ങളെല്ലാം. അതിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം താങ്ങുവില നിശ്ചയിക്കണം, വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കില്ല എന്നുള്ള ഉറപ്പുണ്ടാകണം, വൈദ്യുതി മേഖല പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. വൈദ്യുതി മേഖല ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം തെളിയിച്ചില്ലേ? കേരളത്തിലെ ഗവൺമെന്റ് വൈദ്യുതി ക്ഷാമം നേരിടാൻ പോകുന്ന സന്ദർഭം മുൻകൂട്ടി കണ്ട് ആ സന്ദർഭത്തിൽ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി വൈദ്യുതി ഉൽപാദകരിൽ നിന്നും വൈദ്യുതി വിലക്ക് വാങ്ങാൻ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, സ്വകാര്യ മേഖലയിൽ നിന്ന് വൈദ്യുതി വിലക്ക് വാങ്ങി കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേരളത്തിലെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചില്ലേ? ആ വൈദ്യുതി സംവിധാനമാണോ ഇന്ന് കേരളത്തിലുള്ളത്? എല്ലാ ദിവസവും എത്ര മണിക്കൂറുകൾ വൈദ്യുതി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. വൈദ്യുതി കട്ട്, പവർ കട്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ നേരിടേണ്ടി വരികയാണ്. ഇവിടെ വൈദ്യുതി എങ്ങനെ ഉപയോഗിക്കാം? കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രളയം 2018-ലും 2019-ലും ഉണ്ടായി. വൈദ്യുതി നിലച്ചുപോയോ? നിരവധി ട്രാൻസ്ഫോമറുകളും സബ്സ്റ്റേഷനുകളും വെള്ളത്തിൽ മുങ്ങി തകർന്നപ്പോൾ, എണ്ണമറ്റ വൈദ്യുതി ലൈനുകൾ തകർന്ന് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അതൊന്നും ഈ നാട്ടിലെ സാധാരണക്കാരെ ബാധിക്കാത്ത നിലയിൽ വ്യവസായ മേഖലയെയും കാർഷിക മേഖലയെയും സർവീസ് മേഖലയെയും ബാധിക്കാത്ത നിലയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനും ഈ വൈദ്യുതി പവർക്കട്ടില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ അനുഭവം കേരളത്തിന് മുമ്പിലില്ലേ? എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ ദുരന്തമുണ്ടായപ്പോൾ, പേമാരിയും പ്രളയവും ഉണ്ടായപ്പോൾ അങ്ങനെയാണോ? കേരളത്തിലെ ആ അനുഭവമാണോ കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്? എല്ലാ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന, അപഹസിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഏതൊരു പ്രശ്നത്തെയും നിസ്സാരവൽക്കരിച്ച് ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രി, ചില വകുപ്പ് മന്ത്രിമാർ ഇവിടെ തൊഴിലാളികളും സാധാരണ ജനങ്ങളും കൃഷിക്കാരും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ വിലയിടിച്ച് കാണിക്കുന്ന നിലപാട് മന്ത്രിമാർ സ്വീകരിക്കുന്നില്ലേ? പരിഹസിക്കുകയാണ്, അപമാനിക്കുകയാണ്. ഇതല്ലേ കേരളത്തിലെ മന്ത്രിമാർ ഓരോ പ്രശ്നങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ കടലാക്രമണത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അങ്ങേയറ്റം ദുരിതമനുഭവിക്കുമ്പോൾ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ കാണുന്നില്ല. ഈ അപകടമുണ്ടായ, സംഭവങ്ങളുണ്ടായ ഒരു പ്രദേശത്തും ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തും ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരുണ്ടായിട്ടില്ലേ? മറ്റു മന്ത്രിമാരില്ലേ? അവരെല്ലാം ജനങ്ങളുടെ ദുരിതത്തോടൊപ്പം നിന്ന് അതിന് പൂർണ്ണമായ പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ അവർ മാറിയിട്ടുള്ളൂ. അതാണ് കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം. അതാണോ ഇപ്പോൾ ഇവിടെയുള്ളത്? ഇവിടെ എന്താ പ്രശ്നം? ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നയത്തോടൊപ്പം കേരള ഗവൺമെന്റ് ഉറച്ചു നിൽക്കുകയാണ്. ഓരോ നിരവധി നടപടികളെ നമുക്ക് കാണാൻ സാധിക്കും.
ഇന്ന് കേരളത്തിൽ സ്വീകരിക്കുന്ന UDA ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ BJPയുടെ കടന്നുവരവിനും BJPയുടെ നിയന്ത്രണത്തിനും വിധേയമാകുന്ന നിലയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇത് അപകടകരമല്ലേ? ഈ അപകടത്തെക്കുറിച്ച് തൊഴിൽ ചെയ്യുന്നവർ, കൃഷിക്കാർ, എല്ലാ വിഭാഗം ആളുകളും ബോധ്യപ്പെട്ടുകൊണ്ട് ഈ ആപത്തിൽ നിന്ന് ഈ നാടിനെയും ജനങ്ങളെയും രക്ഷിക്കേണ്ടതുണ്ട്. UDA ഗവൺമെന്റിന്റെ സമീപനം എന്താ? ഇവിടെ 29 തൊഴിൽ നിയമങ്ങൾ റദ്ദു ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കരി നിയമങ്ങൾ റദ്ദു ചെയ്തതിനെതിരായിരുന്നു. നിയമസഭയിൽ കേരളത്തിലെ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. എന്താ UDFന്റെ നിലപാട്? ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ലേബർ കോഡ് നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ, 2 ഗവൺമെന്റുകളും ലേബർ കോഡ് നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിന്റെ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടി വേദിയിലുണ്ട്. അദ്ദേഹം മുൻകൈയെടുത്ത്, തൊഴിൽ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്ത് ഒരു ലേബർ കോൺക്ലേവ് കേരളത്തിൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളി സംഘടനകളും ആ കോൺക്ലേവിൽ സഹകരിച്ചിട്ടുണ്ട്. മുൻ ജസ്റ്റിസ് ദേവഗൌഡ, ഗോപാൽ ഗൌഡ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഗവൺമെന്റിന്റെ നിലപാടാണ്. എന്തിനാണ് കമ്മിറ്റി നിയോഗിച്ചത്? ലേബർ കോഡ് ഒഴിവാക്കാൻ, ലേബർ കോഡുമായി സഹകരിക്കാതിരിക്കാൻ, ലേബർ കോഡിന്റെ നിലപാടിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങൾ പരിശോധിച്ച് ജസ്റ്റിസ് ഗോപാൽ ഗൌഡ കമ്മീഷൻ കേരള ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഈ നിയമത്തിൽ നിന്ന് കേരളത്തിന് മാറി നിൽക്കാമെന്നുള്ളതാണ്. ഇതിന് സമാന്തരമായി, ഇതിന് പകരമായ മറ്റ് നിയമനിർമ്മാണങ്ങളിലേക്ക് കേരളത്തിന് പോകാം. ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഈ ലേബർ കോഡിന്റെ ശുപാർശ അടിസ്ഥാനത്തിൽ മിനിമം കൂലി ഇല്ലാതാകുന്നു. തൊഴിൽ സമയം 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറിലേക്ക് ഉയർത്തുന്നു. ആ രീതിയിലുള്ള നിലപാടുകളിൽ നിന്ന് മാറി നിൽക്കാം.